എങ്ങനെയാണ് ഒരു മാവിനെ നമുക്ക് ഡ്രമ്മിൽ നടേണ്ടത്, അതിന് എന്തൊക്കെ പോട്ടിംഗ് മിശ്രിതമാണ് തയ്യാറാക്കി കൊടുക്കേണ്ടതെന്നും അതിനെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല മേൽമണ്ണ് കുറച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഒരു ചട്ടിയിൽ നിറയ്ക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള മേൽമണ്ണാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എടുത്ത അതേ അനുപാതത്തിലുള്ള ചകിരിച്ചോറ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നൊന്നുമില്ല, ട്രീറ്റ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള ചകിരിച്ചോറ് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് പൊടിക്കാതെയും വാങ്ങാൻ കിട്ടും, അതുപോലെ ഇതിൽ കവറിലും വാങ്ങാൻ കിട്ടും. നമ്മളിത് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് തയ്യാറാക്കിയതാണ് വാങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഇടാം. ശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാനുണ്ട്. ചാണകപ്പൊടി നമുക്കിങ്ങനെ പാക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും, അതല്ല വീടുകളിലുള്ളവർക്ക് പൊട്ടിച്ച് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് വീട്ടിൽ കിട്ടാനില്ലല്ലോ, അപ്പോൾ നമ്മൾ പാക്കറ്റിൽ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ചാണകപ്പൊടി നമുക്ക് അതിൻ്റെ അതേ ക്വാണ്ടിറ്റി ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിട്ട് കൊടുത്തത് മേൽമണ്ണ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു, അതുകൂടാതെ തന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു, ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത വളക്കൂറുള്ള നമ്മുടെ പോട്ടി മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ പോട്ട് നമ്മൾ എടുത്ത് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടി വരും, കണ്ടോ, ഹോളായി മാറും. നമ്മളിതിൻ്റെ അടിവശത്ത് ഈ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ കല്ലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോട്ടിനുള്ളിൽ നിറയെ നല്ല പച്ച ഇലകളും അതുപോലെ തന്നെ കരിയിലയും ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ദ്രവിച്ച് അതിൻ്റെ അടിയിലേക്ക് തന്നെ വളമായി മാറും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെയർ നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഒരു ബ്ലേഡ് കൊണ്ട് ഇതിൻ്റെ അടിവശം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അടിവശം ഇപ്പോൾ നമ്മൾ പോട്ടി മിശ്രം തയ്യാറാക്കിയിട്ടുണ്ട്, അതിനുള്ളിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ അരിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വെച്ചിട്ട് ആ കവറിനെ മാറ്റിയെടുക്കുന്നതായിരിക്കും. ഇത് കണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ കവർ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് സെൻറ്റർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പോട്ടി മിശ്രിതം വീണ്ടും അതിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. വേറെ ഒരു വളമൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ജൈവ വളമാണ് മാവുകളെ നല്ല രീതിയിൽ വളരുന്നതിനും അത് കായ്ക്കുന്നതിനും സഹായകരമാകുന്നത് നമ്മുടെ ജൈവ വളമാണ്. അപ്പോൾ